D2C സ്റ്റാർട്ടപ്സ് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഒരു പ്രൊഡക്റ്റ് സെലക്ഷൻ ആണല്ലോ. അതെ. ഇനീഷ്യലി തന്നെ ഒരു കമ്പനി ആവശ്യമുണ്ടോ? പ്രൊഡക്റ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഹൗ ഡു യു ഐഡന്റിഫൈ യുവർ കസ്റ്റമേഴ്സ്? ആ ഏരിയയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളൊരു എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നേരെ കയറി ചാടി തുടങ്ങുകയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ചെറിയൊരു എക്സ്പീരിയൻസിൽ പറയുന്നത് കമ്പനിക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണോ, ഒരു മിനിമം ട്രാക്ഷൻ കിട്ടുന്നുണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ടു മാർക്കറ്റ് ആണോ നോക്കിയിട്ട് മതി കമ്പനി ഫോം ചെയ്യാനായിട്ട്. ഇപ്പോൾ പല ആളുകൾക്ക് ഫൗണ്ടർ ഉണ്ടാവില്ല, കോ ഫൗണ്ടർ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് സിംഗിൾ കോ ഫൗണ്ടർ വെച്ചിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു GST രജിസ്ട്രേഷൻ ഉണ്ട്. ഇ-കോമേഴ്സ് നിർബന്ധമായും GST നിർബന്ധമാണ്. അപ്പോൾ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റും ഒരു GST ഉണ്ടെങ്കിൽ, ഇനി എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയും. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ടെക്നിക്കലി ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും. ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ട്രാക്ഷനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റെസ്പോൺസ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എൻറ്റിറ്റിയിലേക്ക് മാറാം. അതിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇനീഷ്യലി സജസ്റ്റ് ചെയ്തൊരു മോഡൽ.